ഇന്നാണെങ്കിൽ ഇക്ക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല, നേരത്തെ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. നേരത്തെ കയറിയാൽ നേരത്തെ പണി കഴിയുമല്ലോ, നമ്മൾ പിന്നെ ഒത്തിരി കിടന്ന് ഓടേണ്ടി വരില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് റൈസ് കുക്കറിൽ തലേദിവസം ചോറ് ഇറക്കി വെച്ചായിരുന്നു, അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചു. പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു. മുട്ടയൊക്കെ പുഴുങ്ങി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കോളിഫ്ലവർ പൊരിക്കാനും പിന്നെ ബീട്രൂട്ട് തോരൻ വയ്ക്കാനൊക്കെ സ്റ്റൗവിൽ വെച്ചു കേട്ടോ. ആ ഗ്യാപ്പിൽ എന്നാൽ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അത് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കഴുകി വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴാണെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പം വിരിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ പകുതി വെന്ത് വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം കൊണ്ട് ഇത് വേവിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് കോരി മാറ്റിയെടുത്തു. ഇക്കായാണെങ്കിൽ രാവിലെ പോയ കാരണം ഇന്ന് ചായ വെച്ചില്ലായിരുന്നു, അതുകൊണ്ട് പാലും എടുത്തില്ല. അമ്മൂസ് വന്നപ്പോൾ പിന്നെ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ വെന്ത് വന്നായിരുന്നു കേട്ടോ. ഞാൻ അതെല്ലാം ഒന്ന് വടിച്ചു വെച്ചു. പിന്നെ അവിടെ വീണ വെള്ളമൊക്കെ അപ്പം തന്നെ തുടച്ച് മാറ്റിയിട്ടോ. നമ്മൾ അപ്പോൾ ചെറിയ ചെറിയ പണികൾ അപ്പോൾ തീർക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പിന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞ് മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടു. കിളിമീനായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു. അപ്പോൾ എനിക്കും അമ്മൂനും ലിച്ചുവിനുള്ള അപ്പം ചുട്ട് മാറ്റി വെച്ചു. ഞാൻ ഒത്തിരി ഒന്നും ചുട്ട് ഇങ്ങനെ വയ്ക്കാറില്ല കേട്ടോ. നമുക്കിപ്പോൾ എക്സ്ട്രാ വേണമെങ്കിൽ പിന്നെ അപ്പോൾ പോയി ചുട്ടെടുക്കുകയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട പുഴുങ്ങിയായിരുന്നു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുമ്മാ മുട്ട പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മുട്ടയുടെ രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അമ്മൂസിനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാനും മക്കളും കൂടി ഒരുമിച്ചിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടിയും കഴിച്ചു.